സാർ, കോർപ്പറേഷനിലെ അഴിമതി കഴിഞ്ഞിട്ട് അധികം നാളായില്ല, പക്ഷേ നമ്മുടെ മേയർ വീണ്ടും വൈറലാകുകയാണ്. കാരണം വെറും 120 ദിവസമേ ആയുള്ളൂ അദ്ദേഹം അധികാരത്തിൽ കയറിയിട്ട്. എന്നിട്ട് പോലും അദ്ദേഹം ഇതേ പുതിയൊരു തീരുമാനം തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് ആധുനിക സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് വരികയാണ്. അപ്പോൾ ഇത് നമ്മുടെ നഗരത്തെ എങ്ങനെ മാറ്റും? വളരെ മനോഹരമാക്കും നഗരത്തെ. മിടുക്കനായ മേയർ എന്ന് പറയാം. അതെ, എന്തുമാത്രം അഴിമതിയും. അതെ, 45 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ 45 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊക്കെ കോർപ്പറേഷൻ ചെയ്യാമായിരുന്നോ എന്നാണ് നമുക്ക്. അതെ, 120 ദിവസം മാം സൂചിപ്പിച്ചല്ലോ. 120 ദിവസമായ മിടുക്കനായ മേയർ വി രാജേഷിന് ഇത് ചെയ്യാമെങ്കിൽ 45 വർഷം ഈ ഭരിച്ച 6 മേയർമാരുണ്ട്. പാരമ്പര്യമായിട്ട് മുൻപന്തിയിലുള്ള ശിവൻകുട്ടി, തഴക്കവും പഴക്കമുള്ള പ്രവർത്തകർ, ജയൻ ബാബു, മേയർ ചന്ദ്രിക, മേയർ ചന്ദ്ര, പ്രശാന്ത്, ലാസ്റ്റിൽ മേയർ ഒട്ടി, MP പത്മൻ സാർ. അപ്പം ഇത്തരത്തിലുള്ള മഹാരഥന്മാർ ഭരിച്ച ഈ 45 വർഷം ഇടതുപക്ഷം ഭരിച്ച് മുടിച്ച് കട്ട് അവരുടെ ഫണ്ട് റൈസിങ് നടത്തി അവരുടെ വിളനിലമാണ് ഉഴുത് മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് ശേഖരിക്കേണ്ട സ്ഥലമാക്കി പത്മനാഭന്റെ മണ്ണിനെ മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ രാജേഷിന് അദ്ദേഹത്തിന്റെ ഓഫീസിലും സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല. പ്രധാനമന്ത്രി പോലെയാണ്, 24 മണിക്കൂറും അദ്ദേഹം എപ്പോഴും വിളിച്ചാലും ചെല്ലും. സാധാരണ കോർപ്പറേഷനിലെ ഇപ്പൊ അദ്ദേഹത്തിന് സ്വൈര്യമേ കൊടുക്കുന്നില്ല. അതൊരു സൈഡിൽ നടക്കുമ്പോഴാണ് അദ്ദേഹം ഇത്രയുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിന് ബഹുരസം മാം പറഞ്ഞ പോലെ അവിടെ ആർക്കും യൂണിയൻ ഇല്ല, CIT യൂണിയൻ മാത്രമേ ഉള്ളൂ. അവിടെ യൂണിയന് പ്രവർത്തന സ്വാതന്ത്ര്യം, INTUC-യുടെ ആൾക്കാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് MA വാഹിദ് ഉണ്ടായിരുന്നിട്ടും ഒരു യൂണിയൻ പ്രവർത്തനം CPM അവിടെ അനുവദിച്ചിരുന്നില്ല. ആ സ്ഥലത്ത് CPM INTUC-കാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തത് ഈ വി രാജേഷ് മേയറാണ്. അദ്ദേഹം പറഞ്ഞു പത്രസമ്മേളനത്തിൽ അത് ശബരിനാഥൻ, ഇത്രയെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ ശബരിനാഥൻ, IT ഫെലോ ആണ്, കാർത്തികൻ സാറിൻ്റെ മോനാണ്, ഇത്ര വിവരം ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ ശുദ്ധ അസംബന്ധമല്ലേ വാക്ക് പറഞ്ഞിട്ട്, എന്തൊരു ഒരു വല്ലാത്ത വാക്കാണ് കൗൺസിലർമാരെ സൂചിപ്പിച്ചത്. ഇദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആരാ? പ്രതിപക്ഷ നേതാവ് പോലും അല്ല. 19 കൗൺസിലർമാരേ ഉള്ളൂ. ഒരു കൗൺസിലർ സ്വതന്ത്രനാണ്, 20 കൗൺസിലറും ഇല്ല. അദ്ദേഹം പ്രതിപക്ഷ കൗൺസിലർമാരെ വിദ്യാസമ്പന്നൻ സംബോധന ചെയ്ത് നമ്മൾ കേട്ടതാണ്. ആ വാക്കിലേക്കൊന്നും സംസ്കാരമുള്ളതുകൊണ്ട് ഞാൻ പറയാൻ അർഹനല്ല, അത് ജനം തീരുമാനിക്കട്ടെ. പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്ന ശ്രീപത്മനാഭൻ്റെ കോവിലിൽ പുത്തരിക്ക് വേണ്ടിയുള്ള വയലാണ്. ആ വയലിൽ നിന്ന് നെല്ലറുത്താണ് തിരുവോണത്തിന് പത്മനാഭസ്വാമിക്ക് കട്ടച്ചോറുണ്ടാക്കി നിവേദ്യം കൊടുക്കുന്നത്. അതുപോലെയാണ് തിരുവനന്തപുരം പട്ടണത്തിൽ വരുന്ന മറ്റു സംസ്ഥാനത്തും വിദേശികൾക്കും ഫുഡ് കൊടുക്കുവാൻ മേയർ എന്നും പത്മനാഭസ്വാമിയെ ചിലപ്പോൾ തൊഴുന്നത്, ശ്രീകണ്ഠേശ്വരനെ തൊഴുന്നത് കൊണ്ടായിരിക്കാം മേയറിന് ഈ ഒരു ബുദ്ധി തോന്നിയത്. ആ പുത്തരിക്കണ്ടം മൈതാനം ഇന്ന് പുത്തരി കഴിക്കുവാൻ ഫുഡ് സ്ട്രീറ്റ് ആക്കി മാറ്റുന്നു. എനിക്ക് പുതിയൊരു അറിവായിരുന്നു. ഈ പുത്തരിക്കണ്ടം മൈതാനത്തിലെ പുത്തരിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാലയുണ്ട്. കൊട്ടാരം രേഖയുടെ ഐതിഹ്യമാലയിൽ അവിടുത്തെ തമ്പുരാട്ടി, കാർത്തികരുന്നാൾ തമ്പുരാട്ടിയ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ വയലിൽ നിന്നാണ്, അതാണ് കർക്കിടകം വരുമ്പോൾ അവിടെ നെല്ല് വിതയ്ക്കുകയും ഓണം വരാറാകുമ്പോൾ കൊയ്യുകയും എല്ലാ മേയർമാരും കറ്റയെടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണ ഒരു ആചാരമുണ്ട്, നിറപ്പുത്തരി ആചാരമുണ്ട്. പത്മനാഭന്റെ അവിടെ ഒരു മണ്ണി നെല്ല് പോലും ഇല്ലാതെ വരരുത്, തിരുവിതാംകൂർ ഭരണം അന്നം മുട്ടരുതെന്നുള്ളതുകൊണ്ടാണ് ആ നിറപ്പുത്തരി സമ്പ്രദായം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? തിരുവനന്തപുരം പത്മനാഭസ്വാമിയും മറ്റു ക്ഷേത്രങ്ങൾ, കൊച്ചു ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂറിലെ ആ ഒരു ആചാരമുള്ളൂ. പിന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം വന്നത്, ശബരിമല വന്നതെല്ലാം. ആ നിറയെ നിറയ്ക്കുന്ന ഇല്ലനിറ വല്ലനിറ അവിടുന്ന് അറുത്ത് പത്മനാഭന് കട്ടച്ചോറുണ്ടാക്കി അത് ഭക്തജനങ്ങൾ കൊടുക്കുന്ന ഒരു സമ്പ്രദായം തിരുവിതാംകൂർ ഭരണകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെയാണ് വി രാജേഷ് മേയർ മറ്റു സ്ഥലത്തുനിന്ന് ഏകദേശം 2000-3000 ആൾക്കാർ പ്രതിദിനം ശ്രീപത്മനാഭന്റെ മുമ്പ് കിഴക്കേ കോട്ടയിൽ ഈസ്റ്റ് പോർട്ടിൽ വരുന്നുണ്ട്. അത് ഭീമാവളിയിൽ തൊഴുതിട്ട് ആരാധന നടത്തിയിട്ട് വരുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. വെട്ടുകാട് പള്ളിയിൽ നിന്ന് ആരാധന നടത്തിയിട്ട് വരുന്ന സഹോദരങ്ങൾ ഈസ്റ്റ് പോർട്ടിൽ വരുന്നവരുണ്ട്. ആറ്റുകാൽ ടെമ്പിളിൽ പോയിട്ട് വരുന്നവരുണ്ട്. ഇതിനെല്ലാം നോക്കിയിരിക്കുന്ന ഭഗവാൻ ഗണപതി ഭഗവാന്റെ പഴവങ്ങാടിയുടെ മുമ്പയാണ്
ശ്രീ പത്മനാഭൻ കൈകൊണ്ട് പള്ളി കൊണ്ട് കിടക്കുന്ന പത്മനാഭൻ എല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഈ സ്ഥലത്ത് വിവിധ സംസ്കാരങ്ങളും വിവിധ മതങ്ങളും വിവിധ നാട്ടിലെ വേഷം ധരിച്ചവർ വന്ന് ഒരു പ്രത്യേക സംസ്കാരം പുത്തരിക്കണ്ടത്ത് കൊണ്ടുവരുവാൻ ആരാധ്യനായ മേയർ ശ്രമിക്കുന്നത് പഴയകാല തിരുവിതാംകൂറിൻ്റെ ചരിത്രവും പുതിയ ന്യൂജൻ മേയറായിട്ടുള്ള മേയറുടെ ചരിത്രവും തമ്മിലൊരു കോർഡിനേഷനാണ് പുത്തരിക്കണ്ടത്തെ ഫുഡ് സ്ട്രീറ്റ്. അതെനിക്ക് പുതിയൊരു വൈബാണ്. അത് വളരെ ഇപ്പോഴത്തെ ന്യൂജൻ വൈബ് വളരെ അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെ പൊൻതൂവലാണ് മേയറുടെ. മേയറുട്ടി പോലെയല്ല. അവർ 45 വർഷം എങ്ങനെ പാർട്ടി വളർത്താം, എങ്ങനെ നേതാക്കളെ വളർത്താം, എങ്ങനെ സമ്പാദിക്കാം. മേയർ അങ്ങനെയല്ല. രാജേഷ് ചെയ്തിട്ടുള്ളത് ഏറ്റവും നല്ലത് കേന്ദ്ര നഗരവികസന മന്ത്രി തേഹൻ ചൗഹ് കൊണ്ടുവന്ന സ്ഥലം കാണിച്ചു, അതിൻ്റെ പ്രോജക്റ്റ് കൊടുത്തു. ഇന്ത്യയുടെ നഗരവികസന മന്ത്രിയെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മേയർ തിരുവനന്തപുരത്തുണ്ടോ മാം? അതാണ് നമ്മുടെ മേയറുടെ കഴിവ്. ദേശീയ നേതാക്കളുമായിട്ടുള്ള ബന്ധം. 2, എത്ര CSR ഫണ്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് 5.5 കോടി 6 കോടി രൂപയിൽ ഏകദേശം 6,000 ചതുരശ്ര മീറ്ററിലാണ് ഈ 100-120 കടകൾ അവിടെ കൊടുക്കുവാൻ പോകുന്നത്. ഇതെല്ലാം എത്തരത്തിലുള്ള കടകളാണ്? ഇത് ഫുഡ് സ്ട്രീറ്റിൽ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാം സെക്രട്ടേറിയറ്റ് പോയാൽ അവിടെ വണ്ടി കൊണ്ടുവച്ച് ആഹാരം കഴിക്കും. അവിടെ ഫുട്പാത്ത് എല്ലാം ചീത്തയാക്കിയിട്ടൊക്കെ അങ്ങ് പോകും. മാം ശാസ്തമംഗലം റോട്ടിൽ പോകുമ്പോൾ കംപ്ലീറ്റ് കടകളാണ്. അവിടെ അതിനെല്ലാം ഒഴിപ്പിക്കണം. തിരുവനന്തപുരം ക്ലീൻ സിറ്റി ആക്കണം. MG കോളേജിന്റെ മുമ്പ് മെഡിക്കൽ കോളേജ് ഏരിയ. അപ്പൊ ഇത്തരത്തിലുള്ള ഫുഡ് സ്ട്രീറ്റുകളെ എല്ലാം കൂടി നിങ്ങളുടെ വിവിധ തരം രുചികൾ പുത്തരിക്കണ്ടത്ത് കൊണ്ടുവന്ന് ജനം അറിയട്ടെ. അപ്പം നഗരത്തിൽ സ്വതന്ത്രമായിട്ട് ഇപ്പം തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിലും പോയാൽ നമുക്ക് വഴി നടക്കാൻ ഒക്കില്ല. ഫുട്പാത്ത് കൈയേറിയാണ് ചെയ്യുന്നത്. അത് നിയമവിരുദ്ധമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ഫുഡ് സ്ട്രീറ്റുകളെല്ലാം ചെയ്യുന്നത്. നമ്മളെ ആയിരക്കളറിൻ്റെ മുമ്പ് ഹോട്ടലുണ്ട്, ആ ഫുട്പാത്തിലാണ് വണ്ടി പാർക്ക് ചെയ്യിക്കുന്നത്. നമുക്ക് നടക്കാൻ നിവർത്തിയില്ല. ഇതെല്ലാം കൈക്കൂലികൾ മേടിച്ചുകൊണ്ട് ഒരു ലൊക്കേഷനിലേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളികളിലോ ആ ഭാഗത്ത് വരുന്നവർക്ക് മാത്രമല്ലേ പ്രയോജനം? അല്ല, വൈകുന്നേരം ഒരു എന്റർടൈൻമെന്റ് ആവും. വീട്ടിനകത്ത് വരുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങാം, ഇവിടെ വന്നൊന്ന് കറങ്ങാം, അവിടുത്തെ പൂന്തോട്ടങ്ങളിൽ നിന്ന് ഉല്ലസിക്കാം, മോഹൻലാലിന്റെ ഒരു സിനിമ പത്മനാഭ തിയേറ്ററിൽ നിന്ന് കാണാം. അപ്പോൾ വ്യവസായികൾക്ക് രക്ഷയുണ്ട്, സിനിമാ തിയേറ്ററുകാർക്ക് രക്ഷപ്പെടും, മറ്റ് കാണുന്ന ചെറിയ ചെറിയ പാർക്കുകൾ രക്ഷപ്പെടും, വിവിധ ആൾക്കാർ വരും. വീട്ടിനകത്ത് പഠിത്തത്തിൽ സമ്മർദ്ദമായിട്ടിരിക്കുന്ന കുട്ടികൾ, ജോലികൾ കൊണ്ട് BP കൂടിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഇവർക്കെല്ലാം കൂടി വൈകുന്നേരം സായം സന്ധ്യകളിൽ വരുമ്പോൾ ഉല്ലസിക്കേണ്ട ഒരു സ്ഥലം. അവിടെ വിവിധ നാടകം, ഡാൻസ് തുടങ്ങിയ കൾച്ചർ പ്രോഗ്രാമുകളും കൂടെ വെച്ചാൽ നല്ല, നമ്മൾ കണ്ടിട്ടില്ലേ ജോർജ് കുളങ്ങര സാറിന്റെ വീഡിയോ കാണുമ്പോൾ ഫ്രാൻസിൽ പോകുമ്പോൾ ഫുഡ് സ്ട്രീറ്റ്, അതുപോലെ ബാങ്കോക്കിൽ പോകുമ്പോൾ ഫുഡ് സ്ട്രീറ്റ്, കൾച്ചർ പരിപാടികൾ ഫ്രാൻസ് തെരുവിൽ. ആ ഒരു മോഡൽ അന്താരാഷ്ട്ര ലെവലിൽ തിരുവനന്തപുരത്തിൻ്റെ പട്ടണത്തെ മുൻപന്തിയിൽ കൊണ്ടുവരിക, അതിന് പ്രയത്നിക്കുന്ന ബഹുമാനപ്പെട്ട VV രാജേഷിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്തരത്തിൽ എന്തുകൊണ്ട് മറ്റ് 6 മേയർമാർക്ക് പ്രവർത്തിച്ചുകൂടാ? അപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റി, അതിനുള്ള തൻ്റെ ഇടം, അതിനുള്ള ലാംഗ്വേജ് ഫ്ലുവൻറ്റ്, അതിനുള്ള കേന്ദ്ര നേതാക്കളെയും മന്ത്രിമാരെയും കാണേണ്ട സ്വാധീനം VV രാജേഷിനുണ്ട്. ഈ 5 കോടിയിലധികം രൂപയാണ് ഇവിടെ ചെലവഴിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെ പ്രവർത്തിച്ച് അവർക്ക് ഈ രൂപ കിട്ടില്ലല്ലോ. അല്ല മാം, 5 കോടി രൂപ നഗരസഭയുടെ തനത് ഫണ്ട്, പിന്നെ വിവിധ സംഘടനകളുണ്ട്. ഇപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതാ സാർ ഞാൻ പറഞ്ഞത്, ഈ 5 കോടിയിലധികം രൂപ ഈ പുത്തരിക്കണ്ടത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മേയറുടെ കയ്യിലേക്കല്ലല്ലോ കിട്ടുന്നത്. മറ്റേത് അങ്ങനെയല്ല. മറ്റേ മേയർമാരെല്ലാം അവരുടെ കൈകളിലൂടെ ഈ ഫണ്ട് പോകും. അവരുടെ കൈകളിലൂടെയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് മുൻ മേയർ ഇട്ടിയുടെ സ്ഥലമായ പേരൊന്നും പറയുക ഞാനില്ല, മേയർ ഒട്ടിന്ന് ഞാൻ പറയും. മേയർ ഒരു ഔദ്യോഗിക പദവിയല്ലേ. ആര് VIP തിരുവനന്തപുരത്ത് വന്നാലും സ്വീകരിക്കുന്നത് നഗരപിതാവാണ്. പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വിദേശ നേതാക്കളോ വന്നാൽ അത്രയ്ക്കൊരു പവറാണ് നഗരപിതാവിനുള്ളത്, അല്ലെങ്കിൽ നഗര അമ്മയ്ക്കുള്ളത്. ആ ഒരു ആതിഥ്യ മര്യാദ. അവിടെ മുഖ്യമന്ത്രി 2ാമതാണ്, ഗവർണർ 2ാമതാണ്, മറ്റു മന്ത്രിമാർ 2ാമതാണ്. ഈവൻ പ്രധാനമന്ത്രി പോലും വന്നാൽ, പ്രസിഡന്റ് വന്നാൽ, വിദേശ നേതാക്കൾ അതിൻ്റെതായ ഭരണഘടനാ
ചട്ടക്കൂടുണ്ട്. ഇപ്പൊ എയർപോർട്ടിനകത്ത് അതെ. സ്വതന്ത്രമായി കയറി പോകേണ്ടത് സുപ്രീം കോടതി ജഡ്ജിക്കും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും. പിന്നെ ഉള്ളത് മേയർക്കേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് പോലും പ്രോട്ടോകോൾ ഒരു അതിരുണ്ട്. സെക്യൂരിറ്റി മേഖലയിൽ പോകണമെങ്കിൽ VIP ലോഞ്ചിലേ ഉള്ളൂ. അപ്പം മേയർ എന്ന് പറയുമ്പം ഇന്ത്യൻ വിവരമുള്ള ആളായിരിക്കണം. അത് 21 വയസ്സായ ഒരു കുട്ടിയെ പിടിച്ചിരുത്തിയാല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മാം ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിന്റെ ലക്ഷ്യം പിന്നിൽ നേതാക്കൾക്ക് കാശുണ്ടാക്കുക, അവരാണ് കൺട്രോൾ ചെയ്തത്. പക്ഷെ ഇതങ്ങനെയല്ല. അപ്പം ഇത് ഇത്രയും ഈ പറയണം തന്നത് CSR ഫണ്ട് വരുമ്പോൾ അദാനിയുടെ ഫണ്ട് ചിലപ്പോൾ ഇവിടെ ഉപയോഗിക്കാം. അദ്ദേഹത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എക്സംഷൻ ഉണ്ട്. വിവിധ കൽക്കരി, ഇരുമ്പ്, ഉരുക്കുകൾ കയറ്റി അയക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യനിലെ ഫോറിൻ എക്സ്ചേഞ്ച് വരുന്നതുകൊണ്ട് CSR കൊടുത്തിട്ടുണ്ട്. ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് CSR ഫണ്ടുണ്ട്. രാജീവ് ഗാന്ധി ബയോടെക്നോളജി. അപ്പോൾ ഇവരുടെ ഫണ്ടെല്ലാം ഇത്തരത്തിലുള്ള നഗരസഭയുടെ ഡെവലപ്മെന്റിന് ഉപയോഗിക്കാം. നഗരസഭയിൽ നിന്ന് മാമം ഞാനും കൊടുക്കുന്ന വീട്ടുകരം, തൊഴിൽ നികുതികൾ, മറ്റ് കച്ചവട നികുതികളുടെ പൈസ, തനത് പൈസ 5 കോടി ഇതിൽ ഉപയോഗിക്കും. വീണ്ടും ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളുടെ ഫണ്ടും കൂടി ഉപയോഗിക്കുമ്പോൾ ഒരു 10 കോടിയിൽ പരം വരും. തിരുവനന്തപുരത്ത് മുക്കിനുള്ള തട്ടുകടകളെല്ലാം പുത്തരക്കരത്ത് കൊണ്ടുവരാം. തിരുവനന്തപുരം ജനങ്ങളുടെ ഒരു കൾച്ചർ സെന്റർ, നമ്മളിപ്പം ഫ്രാൻസിലും ന്യൂയോർക്കിലും അവിടെ എവിടെയും പോകുമ്പോൾ കൾച്ചർ സെന്റർ പോലെ എന്ത് പറയാ, അതുക്കും മേലെ സുരേഷ് ഗോപിയുടെ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരം അതുക്കും മേലെയായി മാറാൻ സാധ്യതയുണ്ട്. ശ്രീപത്മനാഭനും ശ്രീകണ്ഠേശ്വരനും മേയർക്കും മേയറുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എല്ലാവർക്കും 51 കൗൺസിലർക്കും പത്മനാഭനും ശ്രീകണ്ഠേശ്വരനും അനുഗ്രഹിക്കട്ടെ. അതിനുപരി ഭീമാവളിയിലെ നമ്മുടെ പടച്ചവനും വെട്ടുകാടിലെ ഗീവർഗീസ് പുണ്യവളനും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ശുഭ ദിനങ്ങളാകട്ടെ തിരുവനന്തപുരം പട്ടണം. തിരുവനന്തപുരത്ത് വന്നിട്ട് പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു അനുഭവമായി മാറുവാൻ ഇവരുടെ പ്രവർത്തനം മേയർക്ക് നൽകട്ടെ എന്ന് നമ്മുടെ സാധാരണ ജനങ്ങൾ എന്നുള്ള നിലയിൽ മാമിനും എനിക്കും പറയാൻ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.